യുവതീ പ്രവേശനം എന്തായാലും ശബരിമലയിൽ സാധ്യമായിരിക്കുന്നു. അതിന്റെ കണക്ക് സംബന്ധിച്ച തർക്കം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേതായാലും ബിന്ദുവും കനകദുർഗയും നടപ്പാക്കിയിരിക്കുന്നു. അതിന്റെ തുടർച്ച ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ തുടർച്ചയിൽ സർക്കാർ എത്രത്തോളം ആത്മാർത്ഥത സംഭവിച്ചിട്ടുണ്ട്, ആത്മാർത്ഥത ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയേണ്ടിയിരുന്നത്. ഇന്ന് 2 യുവതികൾ അവിടെ എത്തുമ്പോഴും അവരെ തിരിച്ചയക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കുന്നു. നിങ്ങളിപ്പോൾ അന്നു മുതൽ 3 മാസമായല്ലോ നിങ്ങൾ സമരം പ്രതിഷേധമൊക്കെ തുടരുന്നു. ഇപ്പോൾ BJP സമരം അവസാനിപ്പിക്കാനിരിക്കെ ശ്രീധരൻപിള്ള പറയുന്നത് വിചാരിച്ച രീതിയിൽ ഒരു വിജയമാക്കാൻ, ഈ സമരത്തെ വിജയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന തുല്യത എന്ന ആവശ്യത്തിന്മേൽ ഒരു ഭൂരിപക്ഷം നിൽക്കുന്നു. മറിച്ച് BJP ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അവിടെ സംഘടിതമായ ആക്രമണം നടത്താൻ ഒരു സംഘം കൂടിയാലോചിച്ച് നടപ്പാക്കിയ കാര്യങ്ങൾ, അതിനോടൊക്കെ വലിയ രീതിയിൽ വ്യാപകമായി എതിർപ്പുണ്ട് എന്നുകൂടിയാണ് ഈ സമരം വിജയിച്ചിട്ടില്ല എന്ന് ശ്രീധരൻപിള്ളയ്ക്ക് പറയേണ്ടി വരുന്നതിന് പിന്നിൽ അതും ഒരു കാര്യമാണ്. അങ്ങനെയല്ല മാഡം, സ്മൃതിജി, അങ്ങനെയല്ല. ഇത് തുല്യതയുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല. ദേശീയ തലത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പോകാറുണ്ട്. ഒരു പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 25 പ്രകാരം, DT's റൈറ്റ് പ്രകാരം, വേണമെങ്കിൽ ഡിനോമിനേഷൻ റൈറ്റ് പ്രകാരം ഇത് തീരുമാനിക്കാനുള്ള റൈറ്റ് ഒരു അമ്പലത്തിനുണ്ട്. അത് നമ്മൾ വാദിച്ച് ജയിക്കും. അത് മറ്റൊരു വിഷയം. വിചാരിച്ച പോലെ വിജയമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന ശ്രീധരൻപിള്ള വാക്കുകൾക്കുള്ള മറുപടി. ശ്രീ രാഹുൽ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ട് അതിലേക്ക് തന്നെ പോകേണ്ട. 3 പേര് കയറി, അതെ, കറക്റ്റ്. അതുകൊണ്ട് പോകുന്നില്ല. 125 ദിവസം ഉണ്ടായിരുന്നു ഏകദേശം വിധി വന്നതിന് ശേഷം. ഇപ്പോ ആ 125 ദിവസങ്ങളിൽ 3 യുവതി കയറി, ഇന്ന് ഒരാളും കൂടെ കയറി എന്ന് പറയുന്നു. അതിന്റെ സത്യസന്ധ അവസ്ഥ നമ്മൾ 48 വയസ്സ് നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ഈ 3 യുവതികൾ കയറി എന്നുള്ളൊരു പരാജയമുണ്ട്. അതിനെ കൃത്യമായി എല്ലാ ഭക്തരും വിലയിരുത്തുന്നത്. കാശ്മീരിലടക്കം നുഴഞ്ഞുകയറ്റം ഉണ്ടാകാറുണ്ടല്ലോ, 100% സക്സസ് ആകാറില്ല. പക്ഷേ 97% സക്സസ് ആയില്ലേ? ഇത്രയും ദിവസം ലക്ഷക്കണക്കിന് ഭക്തർ വന്നിട്ടും വിശ്വാസികൾക്ക് പോലീസിനെതിരെ, ഹോസ്റ്റൈലായ ഒരു ഗവൺമെന്റിനെതിരെ, 67,000 പേർക്കെതിരെ കേസെടുത്ത ഗവൺമെന്റിനെതിരെ ഭക്തർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ? അപ്പോ 97% വിജയമാണ്. 3% നുഴഞ്ഞുകയറ്റം ഉണ്ടായി. ആ നുഴഞ്ഞുകയറ്റത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആ നുഴഞ്ഞുകയറ്റം 3% പരാജയമെന്ന് കരുതുകയാണെങ്കിൽ ആ പരാജയം ഏറ്റെടുക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. 97% വിജയമായി നുഴഞ്ഞുകയറ്റം എന്ന വാക്ക് എത്രത്തോളം ശരിയാണ്? സുപ്രീം കോടതി വിധി എത്ര വേഗത്തിൽ, എത്ര ആലോചനയില്ലാതെ സർക്കാർ നടപ്പാക്കി എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അത് നടപ്പാക്കുമ്പോൾ പോലീസ്, സർക്കാരിന്റെ അറിവോടുകൂടി പോലീസ് സംരക്ഷണയിൽ തന്നെയാണ് ഈ 2 പേരും അവിടെ സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തിയിരിക്കുന്നത്. അതെങ്ങനെ നുഴഞ്ഞുകയറ്റമാകും? അതെങ്ങനെ തീവ്രവാദ പ്രവർത്തനമാകും? പ്രീതി നടേശൻ മാഡം പറഞ്ഞതുപോലെ ഓരോ മലയാളി സ്ത്രീയുടെയും വികാരം, വിശ്വാസിയായ മലയാളി സ്ത്രീയുടെ വികാരം, ഞങ്ങളെ ഇരുട്ടിന്റെ മറവിൽ വഞ്ചിച്ചു. വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞു രാത്രിയുടെ മറവിൽ ഒളിച്ചു കയറ്റിയത് ശരിയായില്ല. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു തറവേലയായിപ്പോയി എന്ന്. SNDP ആയിരുന്നല്ലോ വനിതാമതിലിന്റെ പ്രധാന സംഘാടകർ. അവരടക്കം ശ്രീ CP സുഗതനടക്കം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒളിച്ചു കയറ്റുന്നതിനെയാണ് നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത്. ശ്രീമതി മഞ്ജു വന്നത് ആൾമാറാട്ടം നടത്തിയാണ്, വേഷപ്രച്ഛന്നയായിട്ടാണ്. ശ്രീലങ്കൻ യുവതി കയറിയില്ല, കള്ളമാണെന്ന് വിഷ്വൽ എവിഡൻസ് സഹിതമുണ്ട്. അവരുടെ ഇരുമുടിക്കെട്ടിന്റെ നിറം വേറെയാണ്. അപ്പോൾ ഈ പിന്നെ വ്യാജരേഖ നൽകി, സ്മൃതി തന്നെ ആദ്യം പറഞ്ഞ പോലെ കള്ളക്കണക്ക് നൽകി. ഇങ്ങനെ കള്ളം, ചതി, വഞ്ചന, വ്യാജരേഖ സമരം വിജയമാക്കാൻ സാധിച്ചില്ല എന്ന ശ്രീധരൻപിള്ളയുടെ വാക്ക്, അതിനെ എങ്ങനെ കാണും? പൂർണ്ണ വിജയം, പൂർണ്ണ വിജയം, പൂർണ്ണ വിജയം. അല്ല, പൂർണ്ണ വിജയം ശരിയല്ലേ? 3 പേര് കയറിയില്ലേ? 3 യുവതികൾ പറഞ്ഞതാണ്. ആ 3 യുവതികൾ കയറിയില്ലേ? അതുകൊണ്ട് 97% വിജയം മതി. അല്ലല്ല, അതിനുശേഷം നടത്തിയതാണല്ലോ ഈ സമരം. സമരത്തിന്റെ രീതി മാറുന്നു, ഭാവം മാറുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറുന്നു, നിരാഹാരമാകുന്നു. അത് 48 ദിവസം പിന്നിടുന്നു. നാളെ ഇപ്പോൾ അവസാനിപ്പിക്കാനിരിക്കുന്നു. അത് വിജയമായിട്ടില്ല, പൂർണ്ണ വിജയമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ രൂപവും ഭാവവും മാറ്റാൻ പോകുന്നു. എന്തുകൊണ്ട്? 91 ഈ വിഷയത്തിൽ, 91 മുതൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പോരാടിയത് ശ്രീ കുമ്മനം രാജശേഖരനാണ്. ഈ വിഷയം വന്നപ്പോൾ ഏറ്റവും പോരാടിയത് കോൺഗ്രസ് നേതാക്കളായ പ്രയാർ സാറും അജയ് തറയിൽ സാറും ഒക്കെയാണ്. ഇന്ന് ശ്രീ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അടക്കം ഒരേ നിലപാടിലേക്ക്, വിശ്വാസികളുടെ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമരത്തിനുള്ള ഏറ്റവും വലിയ വേദന, ഇത്രയും പോരാടിയിട്ടും 3 യുവതികൾ പോലീസിന്റെ സഹായത്തോടെ ഒളിച്ചു കിടക്കുകയും ഒരാൾ ആൾമാറാട്ടം നടത്തുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇത് 100% വിജയം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ രീതിയിൽ പോലീസിനെതിരെ 67,000 കേസെടുത്ത കേരള ഗവൺമെന്റിനെതിരെ ശക്തിയുക്തം വിശ്വാസികൾക്ക് പോരാടാൻ കഴിഞ്ഞില്ലേ? ആ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ തീവ്രതയിൽ 3% നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. അത് പരാജയമാണെങ്കിൽ പരാജയമായിട്ട് കാണാം. പക്ഷേ 97% വിജയമാണ്, പൂർണ്ണ വിജയമായില്ല എന്നായിരിക്കും ഒരു വിശ്വാസി കൂടിയായ ശ്രീ ശ്രീധരൻപിള്ള ഉദ്ദേശം.